നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന അരിസ്റ്റോ റോഡ് ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. പാലിഗ്ര ടോൾ സർക്കാർ കരാർ കമ്പനിക്കെതിരെ രംഗത്ത് വരണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ശ്രീ കേരളവർമ്മ കോളേജിൽ പൈതൃകം കോളേജ് പദ്ധതി പ്രകാരം നിർമ്മിച്ച PG ബ്ലോക്ക് മന്ത്രി ആർ ബിന്ദു ഓഗസ്റ്റ് 11-ന് ഉദ്ഘാടനം ചെയ്യും. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും സ്പ്രീ 2025 പദ്ധതി പ്രകാരം ഡിസംബർ 31 വരെ യാതൊരു പരിശോധനകളുമില്ലാതെ എൻറോൾ ചെയ്യാനാകും. ഇടത് സർക്കാരിനെതിരെ KSSPA ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ ആരംഭിച്ച ദ്വിദിന സത്യാഗ്രഹം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന റോഡിന്റെ ഉദ്ഘാടനം നേരത്തെ നടത്തി LDF ഡെപ്യൂട്ടി മേയർ. CPIM നേതൃത്വം ഇടപെട്ട് തീയതി മാറ്റിവെക്കുകയും മന്ത്രിയെ ഉദ്ഘാടകയാക്കുകയുമായിരുന്നു. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന തൃശൂർ അരിസ്റ്റോ റോഡിന്റെ ഉദ്ഘാടനം LDF ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ ML റോസി നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഞായറാഴ്ചയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ CPIM നേതൃത്വം ഇടപെട്ട് അത് 12-ാം തീയതിയിലേക്ക് മാറ്റി. മന്ത്രി ബിന്ദു ആയിരുന്നു ഉദ്ഘാടക. എന്നാൽ ഡെപ്യൂട്ടി മേയർ ML റോസിയുടെ നേതൃത്വത്തിൽ റോഡ് ഉദ്ഘാടനം ചെയ്തു. ML റോസിക്കൊപ്പം കോൺഗ്രസ് കൗൺസിലർമാരും പങ്കെടുത്തു. 5-ാം തീയതി മേയറാണ് ഉദ്ഘാടനം ചെയ്യാനിരുന്നത്. എന്നാൽ CPIM നേതൃത്വം ഇടപെട്ട് തീയതി മാറ്റിവെച്ച് മന്ത്രിയെ ഉദ്ഘാടകയാക്കി. കോൺഗ്രസ് കൗൺസിലറുടെ വാർഡിലാണ് റോഡുള്ളത്. സംഭവത്തിൽ വിശദീകരണവുമായി ML റോസി രംഗത്തെത്തി. കൗൺസിലർമാർ ആരു വിളിച്ചാലും എത്തേണ്ടത് അത്യാവശ്യമാണെന്നും വാർഡ് കൗൺസിലർമാർ വിളിച്ചതനുസരിച്ചാണ് പോയതെന്നും ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നതെന്നും റോസി പറഞ്ഞു. മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നതാണ് എന്ന് നേരത്തെ അറിഞ്ഞിരുന്നില്ല. കൂട്ടായ ചർച്ച ഇല്ലാത്തതിന്റെ അപാകതയാണ് കോർപ്പറേഷനിൽ നേളിച്ചു കാണുന്നത്. ഇത്രയും മോശമായി ഭരിച്ച ഒരു ഭരണസമിതി തന്റെ രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് കണ്ടിട്ടില്ല. കമ്മിറ്റികൾ വിളിച്ചാൽ വെറുതെ നോക്കുകുത്തിയായി പോയിരിക്കേണ്ട അവസ്ഥ. തൃശൂർ മേയർക്കെതിരെ ML റോസി ആഞ്ഞടിച്ചു. താൻ ഇറങ്ങിയാൽ ഭരണം വീഴുമെന്നാണ് മേയർ ഭീഷണിപ്പെടുത്തുന്നതെന്നും കോർപ്പറേഷനിൽ മേയറുടെ താൻ ഭരണമാണ് നടക്കുന്നതെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. മേയറും CPIM കൗൺസിലർ വർഗീസ് കണ്ടംകുളത്തെയും തൃശൂരിനെ സ്വയംഭരണ പ്രദേശമാക്കി മാറ്റി. ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് കൊടുത്താൽ ഞാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. എന്റെ മുറിയിൽ ബോർഡില്ല, ബാത്റൂമിൽ വെള്ളം പോലും ഇല്ലെന്നും ML റോസി പറഞ്ഞു. പാലിഗ്ര ടോൾ സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും കരാർ കമ്പനിക്കെതിരെ രംഗത്ത് വരണമെന്നും വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ വന്നാൽ നേരിടണമെന്നും നിർദ്ദേശം. പാലിഗ്ര ടോൾ കരാർ കമ്പനിയുടെ വീഴ്ചകളും ലംഘനങ്ങളും ഹൈക്കോടതി ശരിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കരാർ കമ്പനിയെ പുറത്താക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണമെന്ന് DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിയമ പോരാട്ടങ്ങൾ പൊതുജനത്തെ ഏൽപ്പിക്കാതെ സർക്കാർ ഏറ്റെടുക്കണം. ടോൾ കരാർ ട്രൈ പാർട്ടിയേറ്റ് എഗ്രിമെന്റിലെ കക്ഷിയായി സർക്കാർ ഉത്തരവാദിത്വം നിർവഹിക്കണം. സ്വാഭാവികമായും കരാർ കമ്പനിയും NHAയും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും. അതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ ഹാജരായി കേസ് നടത്തണം. അവിടെ കമ്പനിയെ സഹായിക്കാനായി ഇവിടുത്തേതുപോലെ മൗനവ്രതം സ്വീകരിച്ചാൽ പൊതുജനം ഇനിയും കഷ്ടപ്പെടും. സംസ്ഥാനത്തെ ജനങ്ങളുടെ സുരക്ഷയും യാത്രാ സൗകര്യവും സുഗമമാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. ജനങ്ങളുടെ യാത്രാ സൗകര്യം തകരാറിലായെന്ന് കോടതിയുടെ പരാമർശവുമുണ്ട്. കളക്ടറുടെ ടോൾ കളക്ഷൻ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത്. സുഗമമായ യാത്ര അസാധ്യമാണെന്ന് കളക്ടർ നിർദ്ദേശിച്ച സമിതി കണ്ടെത്തി. ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ സുഗമമായ യാത്ര സാധ്യമല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും കരാർ കമ്പനിക്കെതിരെ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിനെ പഴിച്ചാരി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് സർക്കാർ ചെയ്തത്. ഹൈക്കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ ഇനിയും സർക്കാർ കമ്പനിയെ ഒഴിവാക്കാനുള്ള നടപടിയില്ലെന്ന് ഒഴിഞ്ഞുമാറരുതെന്നും ഇക്കാര്യത്തെ സംബന്ധിച്ച് മാർച്ചും പ്രമേയങ്ങളും കൊണ്ടു നടക്കുന്ന CPMഉം CPIയും തങ്ങൾ അധികാരത്തിൽ വന്നാൽ ടോൾ നിർത്തലാക്കുമെന്ന് പറഞ്ഞ BJPയും നയം വ്യക്തമാക്കണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാലിഗ്ര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ
ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രീ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിൻ്റെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ടോൾ കമ്പനിയുടെ കരാർ ലംഘനത്തിനെതിരെ നിരന്തരമായ സമരങ്ങളും അതുപോലെ തന്നെ നിയമ പോരാട്ടങ്ങളിലുമാണ്. അപ്പം ഞങ്ങൾക്കുള്ള സന്തോഷമെന്ന് പറയുന്നത് ഞങ്ങൾ ഈ 10 വർഷക്കാലമായി ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം ശരിവെക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി ഈ 4 ആഴ്ചയ്ക്കാണെങ്കിൽ കൂടി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളും അല്ല ഇപ്പോൾ 4 ആഴ്ചയ്ക്ക് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് കരാർ കമ്പനിയുടെ ലംഘനങ്ങളെക്കുറിച്ച് ഓരോ സമയത്തും ഞങ്ങൾ വിവരാവകാശ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. ആദ്യം 2018 കേസ് കൊടുത്തപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് എന്ന് പറയുന്നത് ഹർജിക്കാർ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം ദൂരീകരിക്കാനും അത് മോണിറ്റർ ചെയ്യാനും എന്നെ ചെയ്ത് നിയോഗിക്കേണ്ടത്. പക്ഷെ അതിനുശേഷം യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും നടന്നില്ല എന്ന് മാത്രമല്ല, അവസാനം 2022 സേഫ്റ്റി ഓഡിറ്റിൻ്റെ ഭാഗമായി നടന്ന ഇവരുടെ പരിശോധനയിൽ വലിയ ക്രമക്കേടുകളും വലിയ സുരക്ഷാ വീഴ്ചയുമാണ് അന്ന് ഈ സേഫ്റ്റി ഓഡിറ്റ് നടത്തിയ കമ്പനി കണ്ടെത്തിയത്, ആ ഏജൻസി കണ്ടെത്തിയത്. അതിലെ 11 ബ്ലാക്ക് സ്പോട്ടുകൾ ഉൾപ്പെടെ 50 ഇൻ്റർസെക്ഷൻസ് അത് തീവ്രമായതും അതിതീവ്രമായ അപകട സാധ്യതകളെക്കുറിച്ചാണ് അതിൽ പറഞ്ഞത്. അതിൽ പറയുന്ന പരിഹാര നിർദ്ദേശങ്ങളിൽ ആകെ 5 ഇടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണുത്തി എടപ്പള്ളി റീച്ചിൽ 5 ഇടങ്ങളിൽ മാത്രമാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് എല്ലാ വർഷങ്ങളിലും സെപ്റ്റംബർ മാസത്തിൽ വരുന്ന ടോൾ നിരക്ക് വർധനവ് അത് നടത്തരുതെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ 2018 കൊടുത്ത ഹർജിയിൽ അന്ന് കരാർ കമ്പനിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഡ്വക്കേറ്റ് എസ് ശ്രീകുമാർ കൊടുത്ത അഫിഡവിറ്റ് എന്ന് പറയുന്നത് എല്ലാ പണികളും പൂർത്തീകരിച്ചു എന്നാണ്. അതിനുശേഷമാണ് വിവരാവകാശ രേഖകൾ പ്രകാരവും അതിനുശേഷം സേഫ്റ്റി ഓഡിറ്റ് പ്രകാരം ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്നും ഇപ്പോഴും അത് നടക്കാതെ തുടരുകയാണ്. അതിലാകെ 5 വർക്ക് മാത്രമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം പെൻഡിങ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ ഈ ആർഗ്യുമെൻ്റ് നടത്തിയത്. സമാനമായ ഹർജികൾ ടോൾ നിർത്തണം എന്നാവശ്യപ്പെട്ട്, സ്ഥിരമായി നിർത്തണം ആവശ്യപ്പെട്ട് 2 ഹർജികളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കളക്ടറുടെ ഉത്തരവ് നിർത്തണം എന്ന് പറഞ്ഞ് മറ്റൊരു ഹർജി ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ഞങ്ങൾക്കതിലൊരു കാര്യം കൊണ്ടുവരാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ബഹുമാനപ്പെട്ട ജമ്മു കാശ്മീർ കോടതിയുടെയും ഓരോ വിധിന്യായങ്ങൾ അതുപ്രകാരം ദേശീയപാത ഗതാഗത യോഗ്യമല്ലെങ്കിൽ NHAIക്ക് ടോൾ പിരിക്കാൻ അവകാശമില്ല എന്നുള്ള കണ്ടെത്തൽ, ആ ഫൈൻഡിങ്സ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും കണ്ടെത്തിയിട്ടുണ്ട്. അതനുസരിച്ചാണ് അവിടെ അതിൽ ആ പ്രസ്തുത ഹൈവേകളിൽ 40% കുറവ് ടോൾ നിരക്കിൽ വരുത്തുകയുണ്ട്. ഇതേ ആർഗ്യുമെൻ്റാണ് നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ചത്. ഈ പണി പൂർത്തീകരിക്കാത്തത് കൊണ്ട്, ഗതാഗത യോഗ്യമല്ലാത്തത് കൊണ്ടും ടോൾ നിരക്ക് വർദ്ധിപ്പിക്കരുതെന്നായിരുന്നു നമ്മുടെ ഒരു ആവശ്യം. ആ ആവശ്യത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നിയോഗിച്ചൊരു സമിതിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഗതാഗത യോഗ്യമല്ല എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന അദ്ദേഹത്തിൻ്റെ അധികാരം വെച്ച് അദ്ദേഹം ടോൾ പിരിക്കരുത് എന്ന് പറഞ്ഞത്. ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഉത്തരവ് കോടതി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. അതുമെയാണ് പിന്നീടുള്ള വാദങ്ങൾ നടന്നത്. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കണ്ടെത്തിയ ആ വസ്തുതകളെ വെച്ചുകൊണ്ട് കളക്ടർ അത് നിർത്തലാക്കാൻ എടുത്ത തീരുമാനം അട്ടിമറിക്കപ്പെട്ടു. അത് അട്ടിമറിക്കപ്പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയിലൂടെ തെളിയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കണ്ടെത്തിയ കാര്യം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അട്ടിമറിക്കപ്പെട്ടത്
സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലാണ്. അവിടെ പാലേക്കര ടോൾ പ്ലാസ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി. അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്താണ് തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. കരാർ കമ്പനിയുടെ അപ്പീൽ മുന്നിൽ കണ്ടാണ് നീക്കം. ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അപ്പീൽ നൽകിയാൽ തന്റെ വാദം കേൾക്കാതെ തീരുമാനം എടുക്കരുത് എന്നാണ് ഹർജിയിലെ ആവശ്യം. അഭിഭാഷകൻ മുഹമ്മദ് സാദിഖ് മുഖാന്തരമാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് പാലേക്കരയിലെ ടോൾ പിരിവ് കഴിഞ്ഞ ദിവസം മുതൽ ഹൈക്കോടതി തടഞ്ഞിരുന്നു. 4 ആഴ്ചത്തേക്കാണ് തടഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഗതാഗത കുരുക്ക് പരിഹരിക്കാതെ ടോൾ പിരിവ് നടത്തരുത് എന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 4 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. 3 ആഴ്ച കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാം എന്നാണ് NHAI കോടതിയെ അറിയിച്ചിരുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ ഫലമായി പാലേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചതിൽ ആം ആദ്മി പാർട്ടി സന്തോഷസൂചകമായി മിഠായി വിതരണം നടത്തി. അക്ഷീണം പ്രയത്നിച്ച എല്ലാ മാന്യ വ്യക്തികളെയും ജില്ലാ കളക്ടറെയും ഹൈക്കോടതി ജഡ്ജിമാരെയും പ്രത്യേകം അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, ജോയ് കെ ആന്റണി, ടോജോ തിമോത്തി, പോളി CC എന്നിവർ നേതൃത്വം നൽകി. തൊഴിലാളി ക്ഷേമ പദ്ധതികളെ അട്ടിമറിക്കുന്ന നയങ്ങളിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്മാറണമെന്ന് ഹംസ എളനാട്. അംശാദായ വർധനവിനനുസരിച്ച് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാതെയും ക്ഷേമനിധി ബോർഡുകളിൽ സ്ഥിര നിയമനം നടത്താതെയും ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ഒറ്റത്തവണയായും സമയബന്ധിതമായും നൽകാതെയും തൊഴിലാളി ക്ഷേമ പദ്ധതികളെ അട്ടിമറിക്കുന്ന നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അത്തരം നയങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഹംസ എളനാട് പറഞ്ഞു. FITU ജില്ലാ സെക്രട്ടറി KS മെഹ്റുനീസ, ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ആസിയ മജീദ്, സഫ്ന മൻസൂർ, അനീസ് പെരുമ്പിലാവ് എന്നിവർ സംസാരിച്ചു. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മങ്ങാട് അധ്യക്ഷനായിരുന്നു. സത്താർ അന്നമനട, മുഹമ്മദ് അലി കോയാസ്, അഷ്റഫ് കാട്ടൂർ, ബഷീർ ചെറുതുരുത്തി, റംല എറിയാട്, അഫ്ലം പെരുമ്പിലാവ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി നബീസ ഷുഹൈബ് സ്വാഗതവും ട്രഷറർ സമീറ നാസർ നന്ദിയും അറിയിച്ചു. CO ചെറിയൻ മാസ്റ്റർ അവാർഡ് ജെയ്സൺ മാസ്റ്റർക്ക് ലഭിച്ചു. CO ചെറിയൻ മാസ്റ്റർ അവാർഡ് AM ജെയ്സൺ മാസ്റ്റർക്ക് 2025-26 അധ്യയന വർഷത്തിലെ വിദ്യാഭ്യാസ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ മികവിനാണ് പുരസ്കാരം. അധ്യാപക പ്രസ്ഥാനത്തിലൂടെ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ പ്രവർത്തന മികവിൽ നിറഞ്ഞു നിൽക്കുന്ന ജെയ്സൺ മാസ്റ്റർ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും തന്റേതായ വ്യക്തിത്വം പതിപ്പിച്ച വ്യക്തിയാണ്. ഫലകവും പ്രശസ്തി പത്രവും കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യരിൽ നിന്ന് ഏറ്റുവാങ്ങി. DCC സെക്രട്ടറി ശോഭ സുബിൻ, KPSTA സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ANM UP സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹം കഴിഞ്ഞ മാർച്ച് 31-നാണ് വിരമിച്ചത്. ശ്രീ കേരളവർമ്മ കോളേജിൽ പൈതൃകം കോളേജ് പദ്ധതി പ്രകാരം കിഫ്ബി സഹായത്തോടെ പൂർത്തിയാക്കിയ PG ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 11-ന് മന്ത്രി R ബിന്ദു നിർവഹിക്കും. മന്ത്രി VN വാസവൻ അധ്യക്ഷനാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, റവന്യൂ മന്ത്രി K രാജൻ, MLA-മാർ, ദേവസ്വം ബോർഡ് ഭാരവാഹികൾ എന്നിവർ സംസാരിക്കും. അധ്യാപകർ, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അരങ്ങേറും. ഓഗസ്റ്റ് 8-ന് തൃശൂർ റൌണ്ടിൽ വാക്കത്തൂൺ സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി P ബിന്ദു, പ്രിൻസിപ്പൽ K ജയനിഷ, വിശ്വാസ് V നാഥ്, ഡോക്ടർ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പുണ്യസ്മരണാർക്ക് അർഹനായ മാർ തിമോത്തിയൂസ് രണ്ടാമൻ തിരുമേനിയുടെ 24-ാം ചരമവാർഷിക ദിനത്തിൽ സഭാധ്യക്ഷന്മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത ഖബറിടത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. കശീശമാരായ ഫാദർ KR ഈനാശു, ഫാദർ വിക്ടർ കൊള്ളനൂർ, ഫാദർ നിംസൺ വർഗീസ്, ഫാദർ ഡെൽമിൻ ഡേവിസ്, ഫാദർ ജിനൂസ് ജോസ്, ഫെലോഷിപ്പ് പ്രസിഡന്റ് ടോണി P ചെറിയത്ത്, സെക്രട്ടറി സിജോ ജോൺ, ട്രഷറർ ജോർജ് ചിരിയങ്കണ്ടത്ത്, ഫെലോഷിപ്പ് അംഗങ്ങൾ, സഭാവിശ്വാസികൾ എന്നിവർ സംബന്ധിച്ചു. ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം SRK Gold and Diamonds കാളത്തോട് തൃശൂർ making every celebration sparkle. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്
an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രാമായണ ഫെസ്റ്റ് ഓഗസ്റ്റ് 10 രാവിലെ 9 മുതൽ രാത്രി 9 വരെ നന്ദനം ഹാളിൽ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. സംഗീത സംവിധായകൻ M ജയചന്ദ്രനും വാത്മീകി പുരസ്കാരവും രാജീവ് ആലുങ്കലിന് രാമായണ പുരസ്കാരവും ചടങ്ങിൽ സമർപ്പിക്കും. 25,000 രൂപയും ശ്രീരാമ ശില്പവുമാണ് പുരസ്കാരം. ഓഗസ്റ്റ് 10 കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സമർപ്പണം നടത്തും. ശബരി സദ്യ ഉച്ചയ്ക്കുണ്ടായിരിക്കും. രാമായണ ക്വിസ് മത്സരം, പാരായണ മത്സരം എന്നിവയും തായമ്പക, തിരുവാതിര, രാമായണ ഫാഷൻ ഷോ, സാംസ്കാരിക സമ്മേളനം, ഗാനസന്ധ്യ എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ TC സേതുമാധവൻ, ശ്രീകുമാർ ആമ്പല്ലൂർ, രമ്യ കിളയാറ, സീന ജയചന്ദ്രൻ, സ്മിത നന്ദൻ എന്നിവർ പങ്കെടുത്തു. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാർക്കു വേണ്ടി സിവിൽ സർവീസസ് ടൂർണമെന്റ് ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയം, അക്വാട്ടിക് കോംപ്ലക്സ്, സെന്റ് തോമസ് കോളേജ് തോപ്പ് ഗ്രൗണ്ട്, ഇൻഡോർ സ്റ്റേഡിയം കുരിയിച്ചിറ എന്നിവിടങ്ങളിലായിരുന്നു മത്സരം. ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ അധ്യക്ഷനായി. സെക്രട്ടറി S രാജേന്ദ്രൻ നായർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഇഗ്നി മാത്യു, ബേബി പൌലോസ്, K ജോയ് വർഗീസ്, ജില്ലാ സ്പോർട്സ് ഓഫീസർ തേജേഷ് കുമാർ ദത്ത എന്നിവർ സംസാരിച്ചു. 250ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. വയോധികരെ തെരുവിലലയാൻ ഇടവരുത്തുന്ന സർക്കാർ ഇനി കേരളത്തിൽ വേണ്ട. വയോധികരായ പെൻഷൻകാരെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറക്കുന്ന പിണറായി സർക്കാരിന് കേരളത്തിൽ തുടരാൻ അനുവാദമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമാശ്വാസം അനുവദിക്കുക, മെഡിസപ്പ് പദ്ധതി അപാകതകൾ പരിഹരിച്ച് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് നദീറയുടെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി KA ഫ്രാൻസിസ്, ട്രഷറർ ഗിരീന്ദ്രബാബു എന്നിവരും പ്രസംഗിച്ചു. സർവീസ് സംഘടനകളും പെൻഷനേഴ്സ് അസോസിയേഷനുകളും പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ആ മറ്റ് യൂണിയനുകളും മറ്റ് സംവിധാനങ്ങളും അവിടെ മൂളിപ്പാട്ട് വായിച്ചോട്ടെ, അവര് വായിത്താരി പാടിക്കോട്ടെ. KSSPയെ സംബന്ധിച്ച് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിറവേറ്റപ്പെടുന്നത് ഈ പറയുന്ന ഒരുപാട് ആവശ്യങ്ങൾ പെൻഷനേഴ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിച്ചതുമായി ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 12ാം പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മുൻപിലേക്ക് വന്നു നിന്നിട്ട് അത് പാസ്സാക്കാനോ അതിന്റെ നടപടികൾ ആരംഭിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. 11ാം ഗഡു അല്ലെങ്കിൽ 11ാം പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള
ഗഡുക്കൾ പോലും ലഭിക്കാത്ത ആളുകൾ ഇപ്പോഴും ഈ മേഖലയിലുണ്ട്. മെഡിസെപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ വലിയ എന്തിനാണത്ര ഒരു പദ്ധതി? ആളുകളെ ഒന്നിനും കൊള്ളാത്തൊരു സംവിധാനം, ഒന്നിനും കൊള്ളാത്തൊരു ഇൻഷുറൻസ് പദ്ധതി ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സർക്കാരിന് പണം അതിൽ നിന്ന് കക്കാൻ വേണ്ടി അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഏജന്റുമാരായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒത്താശ ചെയ്യുന്ന സംവിധാനമായി മെഡിസെപ്പ് പോലെയുള്ള പദ്ധതികൾ മാറിക്കൊണ്ടിരിക്കുക. എന്തുപകാരമാണ് ഈ പറയുന്ന? നിങ്ങളുടെയൊക്കെ ഏറ്റവും നല്ല സമയം, നിങ്ങളുടെയൊക്കെ യൗവനവും ആരോഗ്യവും, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അത് ശരിയാണ്. അതിനപ്പുറത്തേക്ക് ആ സർക്കാർ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവരെ ഏറ്റവും മര്യാദയോടുകൂടെ പരിഗണിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഭരണകൂടത്തിനില്ലേ? ഇന്ത്യയിലെ വർഗീയ ശക്തികൾക്കെതിരെ ഗാന്ധി അവസാന 2 വർഷം നടത്തിയ പോരാട്ടങ്ങളുടെ കലാപ്രദർശനം ഫ്രീഡം ഗാന്ധി 169 ഡേയ്സ് ഓഗസ്റ്റ് 9 ലളിതകലാ അക്കാദമിയിൽ ആരംഭിക്കുന്നു. MA ബേബി, SP ഉദയകുമാർ എന്നിവർ സംസാരിക്കും. ഓഗസ്റ്റ് 11 MH ഇലിയാസ്, വിനിൽ പോൾ എന്നിവരും ഓഗസ്റ്റ് 13 ഗൌഹർ റാസ ഗാന്ധി മരിക്കാൻ വിസമ്മതിച്ചത് എന്തുകൊണ്ട് എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കും. ഹിന്ദുസ്ഥാനി ഗായിക കലാപിനി കാംകൊലി ഗാന്ധിയൻ ഗീതങ്ങൾ ആലപിക്കും. ഓഗസ്റ്റ് 16 KPCC സെക്രട്ടറി M ലിജു, P ബാലചന്ദ്രൻ MLA എന്നിവരും സംസാരിക്കും. ഓഗസ്റ്റ് 17 വസുധൈവ കുടുംബകം എന്ന സിനിമ പ്രദർശിപ്പിക്കും. ഓഗസ്റ്റ് 18 സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ C രാവുണ്ണി, E സലാഹുദ്ദീൻ, PL ജോമി, റഹന P ആനന്ദ്, T സത്യനാരായണൻ എന്നിവർ പങ്കെടുത്തു. കുമ്മാട്ടിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കിഴക്കുംപാട്ടുകരയിൽ ഓണത്തെ വരവേറ്റുകൊണ്ട് രാജർഷി ഫുട്ബോൾ ക്ലബ് 40 അടിയോളം വലുപ്പമേറിയ കൂറ്റൻ ഓണാശംസ ബോർഡൊരുക്കി. ഗതകാല പ്രൗഢി വിളംബരം ചെയ്യുന്ന കുമ്മാട്ടികളുടെയും കോമരങ്ങൾ, പുലികൾ, യുവാക്കളുടെ ഹരമായ AKM താമ്പോലം തുടങ്ങി വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ സെപ്റ്റംബർ 7 മൂന്നോണ നാളിൽ വടക്കുമുറി കുമ്മാട്ടി സംഘത്തിൽ അണിചേരും. ഉത്രാട മുതൽ ക്ലബ് അങ്കണത്തിൽ ഓണക്കളവും കുമ്മാട്ടി മുഖങ്ങളുടെ ചമയവുമുണ്ട്. ക്ലബിന്റെ വിവിധ പരിപാടികളിൽ മന്ത്രി K രാജൻ, P ബാലചന്ദ്രൻ MLA, കൌൺസിലർമാരായ ജോൺ ഡാനിയേൽ, ഷീബ ജോയ്, കുമ്മാട്ടി സംഘം പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, വിവിധ കുമ്മാട്ടി സംഘങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. തൃശൂർ ആകാശവാണിയിലെ ഗ്രേറ്റ് ടോപ്പ് ആർട്ടിസ്റ്റും കാഞ്ചി കാമകോടി ആസ്ഥാന വിദ്വാനുമായ ചേപ്പാട് AE വാമനൻ നമ്പൂതിരിക്ക് 2024-25 വർഷത്തെ കർണാടക സംഗീതം വായ്പാട്ടിനുള്ള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു. കർണാടക സംഗീത ലോകത്ത് വായ്പാട്ടിൽ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും സംഗീത പ്രേമികൾക്കിടയിലും സംഗീത വിദ്യാർത്ഥികൾക്കിടയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച 500ഓളം ശിഷ്യ സമ്പത്തുള്ള ചേപ്പാട് AE വാമനൻ നമ്പൂതിരി എന്ന വാമനൻ മാഷിനെ അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യരിൽ ചേർന്ന് ആദരിക്കുന്നു. ഓഗസ്റ്റ് 9 ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശൂർ ജവഹർ ബാലഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വാമനൻ മാഷിന്റെ ശിഷ്യനായ ഷെഫീഖ് വലപ്പാടിന്റെ അധ്യക്ഷതയിൽ തൃശൂർ MLA P ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ രാജീവ് സപര്യ സ്വാഗതം ആശംസിക്കും. വാർത്താ സമ്മേളനത്തിൽ ഷെഫീഖ് വലപ്പാട്, രാജീവ് സപര്യ, ജഗദീഷ് മൂകാംബിക, അജിത, സമുദ്ധിത എന്നിവർ പങ്കെടുത്തു. പുത്തൂർ പൊന്നൂക്കരയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങളെ കടിച്ചത് തെരുവുനായ അല്ലെന്നും സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ. പുത്തൂർ പൊന്നൂക്കര പ്രദേശത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിരവധി പേരെ നായ കടിച്ചു പരിക്കേൽപ്പിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CTV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ. സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായയാണ് പ്രദേശത്ത് നിരവധി പേരെ കടിച്ചതെന്നും ഇതേ തുടർന്ന് നായയുടെ ഉടമയോട് കാര്യങ്ങൾ തിരക്കിയെങ്കിലും വ്യക്തമായ മറുപടി നൽകിയില്ലെന്നും ഇതേ തുടർന്ന് മറ്റു നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പരിധിയിലെ തെരുവുനായകളെ കണ്ടെത്തി വാക്സിൻ നൽകുന്നുണ്ടെന്നും വന്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും പിടികൂടുന്ന നായ്ക്കളെ പാർപ്പിക്കാൻ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിക്കുള്ളിൽ ഷെൽട്ടർ ഹോമുകളില്ലെന്നും അവ ലഭ്യമാകുന്ന അവസരത്തിൽ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും പ്രസിഡന്റ് CTVയോട് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് 13-ാം വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും കൂടിയാണ് ഞാൻ. ഈ വാർഡിൽ തെരുവ് നായ്ക്കളുടെ ശല്യം കൂടി ധാരാളം പേരെ കടിച്ചു എന്നുള്ളൊരു വാർത്ത 2 ദിവസം മുന്നേ നമ്മുടെ ഈ മാധ്യമത്തിൽ തന്നെ കൊടുത്തിരുന്നു. അതൊരു തെറ്റായ വസ്തുതയാണ്. ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായ്ക്കൾ നമ്മുടെ മതിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്ത് ആ വഴി കൂടെ നടന്നു പോകുന്ന മുഴുവൻ ആളുകളെയും ഓടിയെത്തി കടിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതിലൊരു 7 പേരെങ്കിലും കടിച്ചിട്ടുണ്ട്. കടിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ വീട്ടുകാരെ വിളിച്ച് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയും അതിന് വേണ്ട ലൈസൻസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴൊന്നും അവർ മറുപടി പറഞ്ഞില്ല.
അതിന് തക്കതായ നടപടി ക്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ കത്ത് കൊടുക്കലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രത്നാകരൻ എന്ന് പറയുന്ന ഒരാളെ കടിച്ച് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് അവർ അതിനോട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും സംസാരിക്കാനോ തയ്യാറായിരുന്നില്ല. അവർ നമ്മുടെ ഒല്ലൂര് സ്റ്റേഷൻ ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതികളൊക്കെ നിലനിൽക്കുമ്പോഴും വീണ്ടും വീണ്ടും ആളുകളെ കടിക്കുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ 2 ദിവസം മുന്നേ ചില സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്ന ചില രാഷ്ട്രീയ കക്ഷികൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീടിനടുത്ത് നായ്ക്കൾ കൂട്ടം കൂടി വന്ന് നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പ്രസിഡൻ്റ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. നിലവിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേനകാ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ തെരുവ് നായ്ക്കൾക്ക് വേണ്ടി കോടതി വിധി വാങ്ങിയതിന് ശേഷം ഗ്രാമപഞ്ചായത്തുകൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ABC പ്രവർത്തനമാണ്. ആ ABC പ്രവർത്തനങ്ങൾ വർഷത്തിൽ 2 തവണ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 2-3 തവണ നമ്മൾ നടത്തി പോകുന്നുണ്ട്. എല്ലാ വാർഡുകളിലും തെരുവ് നായ്ക്കളെ കണ്ടെത്തി അവർക്ക് വാക്സിനേഷൻ കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ വന്ധീകരണ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. അതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കണ്ടെത്തി പിടിച്ച് നമ്മുടെ വെറ്റിനറി മെഡിക്കൽ സൂപ്രണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഈ കാര്യമാണ് ഗ്രാമപഞ്ചായത്തിന് നിലവിൽ ചെയ്യാനുള്ളൊരു കാര്യം. പിന്നെ നമുക്ക് ഷെൽട്ടർ ഹോമുകളൊന്നും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലോ നിർമ്മിച്ചിട്ടില്ല. അവർ നിർമ്മിക്കുന്ന പക്ഷം നമ്മൾ ഗ്രാമപഞ്ചായത്തും കൂടി സഹകരിച്ചുകൊണ്ട് ഏതു കാര്യത്തിനും തയ്യാറാണെന്നും കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. ഈ വാർഡിനകത്ത് ആ നായ കടിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സിജു. അവർ ഇഞ്ചക്ഷനുകൾ ഉൾപ്പെടെ എല്ലാ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ചെയ്തൊരു വ്യക്തിയാണ്. ആളും കൂടി 2 വാക്ക് ഇവിടെ സംസാരിക്കും. പെൻഷൻകാരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ KSSPA തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ദ്വിദിന സത്യാഗ്രഹ സമരം ആരംഭിച്ചു. 12ാം പെൻഷൻ പരിഷ്കരണം ആരംഭിക്കുക, 6 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹ സമരം. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടക്കുന്ന സത്യാഗ്രഹ സമരം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഓഗസ്റ്റ് 6-7 തീയതികളിലായാണ് സത്യാഗ്രഹ സമരം. രാവിലെ 10 മുതൽ ഉച്ചവരെയാണ് സമരം. PS സുന്ദരൻ, AG നാരായണൻ, ഈനാശു, VA വർഗീസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടിശ്ശികയായി. എങ്ങനെയാണ് ഈ ബാധ്യത തീർക്കുക? സ്വാഭാവികമായും പൊതുസമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നു. നിരവധിയായ ആവശ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 19-ലെ 11ാം ശമ്പള പരിഷ്കരണം, അതിന്റെ 5 വർഷം പിന്നിട്ട് 12ാം ശമ്പള പരിഷ്കരണത്തിലേക്ക് എത്തി. അതിനുള്ള നടപടികൾ ആരംഭിച്ചത്. എന്താണ് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ചെയ്ത തെറ്റ്? സ്വാഭാവികമായി സ്പ്രീ 2025, ആംനസ്റ്റി 2025, തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും സുവർണ അവസരവുമായി ESIC. തൊഴിലുടമകളും ജീവനക്കാരും ESICയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പ്രോത്സാഹന പദ്ധതിയായ സ്പ്രീ 2025 ഡിസംബർ 31 വരെ കാലാവധി ഉണ്ടാകും. ഈ കാലയളവിൽ രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലുടമകൾക്കും കരാർ, താൽക്കാലിക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കും യാതൊരു പരിശോധനകളോ മുൻകാല കുടിശ്ശികകളോ ഇല്ലാതെ എൻറോൾ ചെയ്യാം. തൊഴിലുടമകൾക്ക് ESIC, ശ്രം സുവിധ, MCA പോർട്ടലുകൾ വഴി ഡിജിറ്റലായി രജിസ്റ്റർ ചെയ്യാം. ESI നിയമം ബാധകമായ 10 അതിലധികമോ ജീവനക്കാരുള്ള ഫാക്ടറികൾ, കടകൾ, ഹോട്ടലുകൾ, സിനിമാശാലകൾ, പത്രസ്ഥാപനങ്ങൾ, സ്വകാര്യ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെ കരാർ, താൽക്കാലിക തൊഴിലാളികൾക്കുൾപ്പെടെ ജീവനക്കാർക്ക് ഇത് ഗുണകരമാണ്. തൊഴിലുടമ രജിസ്റ്റർ ചെയ്ത തീയതി മുതൽ തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ചികിത്സാ സൗകര്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാകും. തൊഴിലുടമ രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ESIയുടെ വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാകും. പ്രീ രജിസ്ട്രേഷനായി മുൻകാല രേഖകൾ ആവശ്യപ്പെടുകയോ പരിശോധന നടത്തുകയോ ചെയ്യുന്നില്ലെന്നും പറഞ്ഞു. 15 വർഷത്തിൽ കൂടുതലായി നിലനിൽക്കുന്ന അടയ്ക്കേണ്ട സംഭാവന തുക 25,000 രൂപയിൽ താഴെയുള്ള കേസുകളും ഉചിതമായ പരിശോധനകൾക്ക് ശേഷം പിൻവലിക്കാൻ റീജിയണൽ ഡയറക്ടർമാർക്ക് അധികാരമുണ്ട്. തൃശൂർ ESIC റീജിയണൽ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റീജിയണൽ ഡയറക്ടർ S. ശങ്കർ, ഡെപ്യൂട്ടി ഡയറക്ടർ G. മേരി, സുലക്ഷണ എന്നിവരും പങ്കെടുത്തു. അതിന്റെ പ്രാബല്യം
1 ഒക്ടോബർ 2025 മുതൽ 30 സെപ്റ്റംബർ 2026 വരെ. ഇതിൻ്റെ 2025 മാർച്ച് 31 വരെ രജിസ്റ്റർ ചെയ്ത കേസുകൾക്കാണ് ഈ പദ്ധതി ബാധകം. അതിൽ പ്രധാനമായിട്ട് 6 വിഭാഗം കേസുകൾക്കാണ് ഇളവുകൾ നൽകുന്നത്. ഒന്ന്, അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കോടതി കേസുകൾ. ESI കേസുകൾ 2 തരത്തിലാണ് വരാറുള്ളത്. ഒന്ന് 2 തരത്തിലാണ് വരാറുള്ളത്. ഒന്ന് PI കോർട്ടുകളിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസുകൾ, പിന്നെ ഹൈക്കോടതികളിലുള്ള കേസുകൾ, അതുകൂടാതെ മജിസ്ട്രേറ്റ് കോടതികളിലുള്ള കേസുകളുണ്ട്. ഇതിൽ ആദ്യത്തെ കേസുകൾ വരുന്നത് സെക്ഷൻ 75-82 പ്രകാരം ഫയൽ ചെയ്തിരിക്കുന്ന കേസുകൾക്കാണ്. ഇതിന്റെ ഈ സ്കീം പ്രകാരം 5 വർഷത്തിലധികമായി അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട കോൺട്രിബ്യൂഷൻ തുകയും അതിന്റെ ഇൻട്രസ്റ്റ് തുകയും പൂർണ്ണമായി അടച്ചാൽ ഡാമേജ് ഒഴിവാക്കിയിട്ട് ഇത്തരം കേസുകൾ ഒറ്റത്തവണ തീർപ്പാക്കാൻ കഴിയും. 5 വർഷമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഫാക്ടറികൾ, എസ്റ്റാബ്ലിഷ്മെന്റുകളുടെ കേസുകളിലാണ് ഇത് വരുന്നത്. രണ്ടാമത്, നിലവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ കോടതികളിലുള്ള കേസുകളിൽ ഇളവുണ്ട്. കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ് എന്നിവ പൂർണ്ണമായി അടച്ചു തീർത്താൽ കണക്കാക്കിയ ഡാമേജ് തുകയുടെ 10% മാത്രം അടച്ചാൽ മതിയാവും. ഇത് തൊഴിലുടമകൾക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ സാധിക്കും. ESIയിൽ 2 തരമാണോ. ഒന്ന്, ലേറ്റ് പേയ്മെന്റിന് ഇൻട്രസ്റ്റും ഉണ്ട്, അതിനൊപ്പം തന്നെ ഡാമേജും ഉണ്ട്. ഇൻട്രസ്റ്റും കോൺട്രിബ്യൂഷനും എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അടയ്ക്കേണ്ടതാണ്. അതിനകത്ത് യാതൊരു ഇളവും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം കേസുകളിൽ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും അടയ്ക്കുകയാണെങ്കിൽ ഡാമേജിന്റെ 90% ഒഴിവാക്കി കൊടുത്തുകൊണ്ട് 10% മാത്രം അടച്ചാൽ കേസുകൾ സെറ്റിൽ ചെയ്യാൻ കഴിയും. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. അനധികൃതമായി വിദേശ മദ്യം വിൽപ്പന നടത്തിയ മധ്യവയസ്ക എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. തൃശൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഉമ്മറും സംഘവും നടത്തിയ പരിശോധനയിലാണ് മദ്യവിൽപ്പന പിടികൂടിയത്. പുത്തൂർ പൊന്നൂക്കര കൂനൻമൂല സ്വദേശി കള്ളാടത്തിൽ വേണുവിന്റെ ഭാര്യ ദമയന്തിയാണ് പിടിയിലായത്. വീടിനോട് ചേർന്ന ചായ്പിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജു, ലത്തീഫ്, റെനിൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷീജ, സിവിൽ എക്സൈസ് ഓഫീസറായ അനൂപ് ദാസ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. മുൻപും പല പ്രാവശ്യം പ്രതി എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ടെങ്കിലും സ്ത്രീ എന്ന പരിഗണന നൽകി ജാമ്യം ലഭിക്കാറാണ് പതിവ്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നടത്തിയ നടപടികളുടെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പൊന്നൂക്കര കൂനൻമൂല പ്രദേശത്ത് സമാന രീതിയിൽ സ്ത്രീകളടക്കമുള്ളവർ മദ്യവിൽപ്പന നടത്തുന്നതായുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. UK-യിൽ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് എടവലങ്ങ് സ്വദേശികളായ 3 പേരിൽ നിന്നായി 6.5 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് കൊടുങ്ങല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എടവിലങ്ങ് കാര പുതിയ റോഡ് സ്വദേശിനി സായിയെ പോലീസ് അറസ്റ്റ് ചെയ്തു.
കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് SI-മാരായ സാലിം, കശ്യപൻ, ഷാബു, ASI രാജീവ്, അസ്മാബി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. സോളാർ പാനൽ സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിലേക്ക്. കോഴിക്കോട് വടകര സ്വദേശി മങ്ങോട്ടുപറമ്പ് ആർഷ് വീട്ടിൽ സഹദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കും. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃതരംഗൻ, സബ് ഇൻസ്പെക്ടർമാരായ ഷാജു, ഷിബു, സുമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നിഖിലൻ, അഭിലാഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ 37 വർഷം കഠിന തടവിനും പിഴയ്ക്കും ശിക്ഷ വിധിച്ചു. വാടാനപ്പള്ളി ബീച്ച് സ്വദേശി തറയിൽ വീട്ടിൽ ബിനീഷിനെയാണ് കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷിച്ചത്. കുന്നംകുളം പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് S. ലിഷയാണ് വിധി പ്രസ്താവം നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന അരിസ്റ്റോ റോഡ് ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. പാലീക്കര ടോൾ സർക്കാർ കരാർ കമ്പനിക്കെതിരെ രംഗത്ത് വരണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ശ്രീ കേരളവർമ്മ കോളേജിൽ പൈതൃകം കോളേജ് പദ്ധതി പ്രകാരം നിർമ്മിച്ച PG ബ്ലോക്ക് മന്ത്രി R. ബിന്ദു ഓഗസ്റ്റ് 11-ന് ഉദ്ഘാടനം ചെയ്യും. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും സ്പ്രീ 2025 പദ്ധതി പ്രകാരം ഡിസംബർ 31 വരെ യാതൊരു പരിശോധനകളുമില്ലാതെ എൻറോൾ ചെയ്യാനാകും. ഇടത് സർക്കാരിനെതിരെ KSSPA ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ ആരംഭിച്ച ദ്വിദിന സത്യാഗ്രഹം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.